ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കുഞ്ഞിയാണെങ്കിൽ എല്ലാവരും വീട്ടിൽ നിന്ന് പോയ തക്കം പാർത്ത് വീട്ടിലേക്ക് വന്നു. കുഞ്ഞിയും കല്ലുവും കൂടിയുള്ളൊരു അടിപൊളി ട്രിക്കായിരുന്നു അത്. എന്തായാലും വീട്ടിൽ വന്നതിന് ശേഷം തൻ്റെ അമ്മയുടെ സ്നേഹം, ഇത്രയും നാൾ തനിക്ക് കിട്ടാതെ പോയ തൻ്റെ അമ്മയുടെ സ്നേഹം വാരിക്കോരി നേടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കുഞ്ഞ് ഓടി വരുന്നത്. അങ്ങനെ അമ്മയും മോളും കുശലും ഒക്കെ പറഞ്ഞ് അതിനുശേഷം പിന്നെ കുഞ്ഞിക്ക് രാസനാദിപ്പൊടിയൊക്കെ തലയിലിട്ട് കൊടുത്ത് മുടിയൊക്കെ പുകച്ച് അമ്മ ഇങ്ങനെ കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെ തന്നെ നമ്മുടെ കുഞ്ഞിയെ നോക്കുക. അപ്പോൾ അങ്ങനെ അമ്മയും മോളും കൂടി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും അതുപോലെ തന്നെ രണ്ടുപേരുടെയും ഇടയിലുണ്ടായിരുന്ന ആ ഒരു തീരാത്ത ദുഃഖമൊക്കെ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞും ഒക്കെ തീർക്കുക കേട്ടോ. അങ്ങനെ അമ്മയെ കൊണ്ട് തൻ്റെ അമ്മയ്ക്ക് ചെയ്യിക്കാനുള്ള എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ കുഞ്ഞ് സാധിപ്പിച്ചു. അതിനുശേഷം പിന്നെ ജോലിയുടെ കാര്യങ്ങളും ഇതെല്ലാം നമ്മുടെ കുഞ്ഞ് ഇങ്ങനെ ടീച്ചറമ്മയോട് പറയുന്നു. ഇനിയും ഇതിങ്ങനെ മുന്നോട്ട് പോകേണ്ട കാര്യമുണ്ടോ എന്ന് കുഞ്ഞ് ടീച്ചറമ്മയോട് ചോദിക്കുക. ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയാൽ എന്താ നമ്മൾ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ടീച്ചറമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടവും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടീച്ചറമ്മ പറയുന്നുണ്ട്, തന്നെ സ്നേഹിച്ചവരെയും അല്ലെങ്കിൽ താൻ ഇല്ലാത്തപ്പം അതിനെ മുതലെടുത്തവരെയും താൻ ഇല്ലെങ്കിൽ എന്താകും എന്ന് ജീവിതത്തെ നോക്കി കണ്ടവരെയും ഒക്കെ തനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഉള്ള ഒരു ഡ്രാമ ഇതിങ്ങനെ തന്നെ പോട്ടെ എന്നും അമ്മ മോളോട് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അമ്മയ്ക്ക് നന്നായി വിശക്കുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് കഴിക്കാനായിട്ട് കുഞ്ഞ് എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. വേണ്ടടാ, അമ്മ മോൾക്ക് ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, അമ്മയ്ക്ക് ഈ മോൾ ഇന്ന് ഉണ്ടാക്കി തരും. എൻ്റെ അമ്മ ഇന്ന് ഞാൻ ഉണ്ടാക്കി തരുന്നത് ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കുഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞ് അതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ടീച്ചറമ്മ ശരി എന്നാൽ കുഞ്ഞിയുടെ ആഗ്രഹമല്ലേ, അതങ്ങനെ തന്നെ നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിയുടെ കൂടെ അങ്ങ് ചെല്ലും. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി എന്നിട്ട് അടുക്കളയിലോട്ട് പോയി. അപ്പോൾ ഇവർ അടുക്കളയിലോട്ട് പോയി ഈ ഒരു സമയത്ത് കുഞ്ഞാണെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് ചോദിച്ചതനുസരിച്ച് അമ്മ ഇതെല്ലാം കുഞ്ഞിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞ് അതെല്ലാം കൂടി മേടിച്ച് അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് തുടങ്ങും. അതേ സമയത്ത് അവിടെ സ്കൂളിലെ ബുക്കോ മറ്റോ കാര്യങ്ങളോ ഒരു റെക്കോർഡ് ഏതാണ്ട് നമ്മുടെ കുഞ്ഞിയുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ഞിയുടെ കയ്യിലുണ്ടായിരുന്ന റെക്കോർഡ് അത്യാവശ്യമായിട്ട് വേണ്ടതായതുകൊണ്ട് അവിടുത്തെ ഹെഡ് മാസ്റ്റർ ഇരുന്ന് കുഞ്ഞിയെ ഫോണിൽ വിളിക്കാൻ നോക്കുക. അപ്പോൾ കുഞ്ഞി എന്താ ചെയ്തത്, അമ്മയുമായിട്ടുള്ള ഒരു നിമിഷം ആയതുകൊണ്ട് തന്നെ ഫോണെല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് തൻ്റേതായ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ഫോൺ ഓഫ് ആയപ്പോഴത്തേക്കും സാറ് വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. പിന്നെ വീട്ടിലേക്ക് ട്രൈ ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ടീച്ചേഴ്സിനോട് പറഞ്ഞു, ഇങ്ങനെ വീണ ടീച്ചറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റെക്കോർഡ് പോയി വീണ ടീച്ചറുടെ വീട്ടിൽ നിന്ന് വാങ്ങിക്കണം. അപ്പോൾ അതിനാർക്കാ പോകാൻ പറ്റുക? മേരിക്കുട്ടി ടീച്ചറിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മേരിക്കുട്ടി ടീച്ചർക്ക് ഇപ്പോൾ പോകാൻ ചെറിയ സൗകര്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങ് പോകാൻ പറ്റത്തില്ലാണ്. അതുകൊണ്ട് തന്നെ അത് വേറൊരു ടീച്ചറിനെ ഏൽപ്പിക്കും. വേറൊരു ടീച്ചർ അന്നേരം ചാടിക്കയറി പറഞ്ഞു, ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞ് അങ്ങനെ പറയുകയാണ്. എന്നിട്ട് ആ പുള്ളിക്കാരി ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ഹെഡ് മാസ്റ്റർ. അപ്പോൾ ഇതൊന്നും വീട്ടിൽ അറിയുന്നില്ലല്ലോ. ഈ സമയത്ത് വീണയും അമ്മയും കൂടി വീട്ടിൽ നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അമ്മ അവിടെ തമിഴ്നാട്ടിലെ ഹോസ്പിറ്റലായിരുന്ന സമയത്തും അതിനുശേഷം ഇവിടം വരെ എത്തിപ്പെട്ടതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ കുഞ്ഞി ഇങ്ങനെ അമ്മയോട് ചോദിക്കുക. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എത്ര കാലമായെന്നറിയോ കുഞ്ഞി ഒന്ന് മണ്ണിൽ ചവിട്ടിയിട്ട്, അതുപോലെ തന്നെ എത്ര കാലമായെന്നറിയാമോ കിളികളുടെ ശബ്ദം കേട്ടിട്ട് ആകാശം കണ്ടിട്ട്, ശരിക്കും ഒരു തടവറയിലാണ് ഞാനെന്നൊക്കെ ഉള്ള കാര്യം പറയണു. ആ തടവറയിൽ ജീവിക്കുന്ന അതേ ഫീലാണ് അമ്മയുടെ മനസ്സിനിപ്പോൾ ഉള്ളത് എന്ന് ഇങ്ങനെ നമ്മുടെ ടീച്ചറമ്മ പറയുക. അതുകൊണ്ട് തന്നെ എല്ലാം കാണാനും കേൾക്കാനും ഈ മണ്ണിനെ അറിയാനും ഒക്കെ അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞു. അതാണ് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനെന്തിനാ അമ്മ വിഷമിക്കുന്നത്? അമ്മയുടെ കൂടെ ഈ മോളുള്ളപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും കുറവ് വരുമോ? അമ്മയ്ക്ക് പുറത്ത് പോകണോ? നമ്മുടെ പറമ്പിലൂടെയൊക്കെ നടക്കണോ? വാ, ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇറങ്ങുന്നത് ആരെങ്കിലും കണ്ടാലോ അല്ലെങ്കിൽ ആ സമയത്ത് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നാലോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പ്രശ്നമില്ല, നീ അങ്ങനെയൊന്നും ആരും പെട്ടെന്ന് വരില്ല അമ്മേ. തന്നെയല്ല അമ്മ മരിച്ചു എന്ന് പറഞ്ഞ് അമ്മയുടെ ഒരു ബോഡി കൊണ്ടുവന്ന് ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ ഇത്രയും നാൾ എൻ്റെ അമ്മ ഉറങ്ങുന്നതെന്നുള്ള വിശ്വാസത്തിൽ അമ്മയ്ക്കരികിൽ പോയി നിന്നിൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവച്ചിരുന്നത്. അതൊക്കെ അമ്മയ്ക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞു. അങ്ങനെ അമ്മയെയും കൂട്ടിക്കൊണ്ട് മകള് പറമ്പ് കാണാനിറങ്ങി. അങ്ങനെ നടന്ന് ഈ ഒരു അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി രണ്ടുപേരും. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ചെരുപ്പൊന്നും ഇടാതെ മണ്ണിൽ ചവിട്ടി കഴിഞ്ഞപ്പോൾ ആകാശത്തെയും കിളികളെയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ടീച്ചറമ്മയ്ക്ക് ഒരുപാട് സന്തോഷം, മനസ്സ് നിറഞ്ഞു. ഇനിയിപ്പോൾ അമ്മയ്ക്ക് മറ്റൊന്നും വേണ്ട കുഞ്ഞിന്നും പറഞ്ഞിങ്ങനെ പറയാം. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സന്തോഷമായോ എന്ന് കുഞ്ഞ് ചോദിച്ചു. സന്തോഷമായെന്നും പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും
പറമ്പിലൂടെ ഇങ്ങനെ നടക്കുന്നു. അതിനുശേഷം കുറേ ആദായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഉണ്ടോയെന്നൊക്കെ ഇങ്ങനെ നോക്കുന്നു. അതിനുശേഷം ഈ അടക്കം ചെയ്ത് അങ്ങോട്ട് പോവുക. അവിടെ ചെന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതാണ് അമ്മ ഉറങ്ങുന്നതെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നതെന്നും പറഞ്ഞിങ്ങനെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ടീച്ചറമ്മ ചോദിച്ചു, ആർക്കും ഇത് അമ്മ തന്നെയാണോ എന്ന് അന്വേഷിക്കാനുള്ളൊരു മനസ്സ് പോലും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആരും അന്വേഷിച്ചില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മഹേഷേട്ടനാണ് അങ്ങോട്ടേക്ക് പോയതെന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ വന്ന് അമ്മയുടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്തതും മഹേഷേട്ടനാണെന്നും മഹേഷേട്ടനാണ് എല്ലാവരോടും ഈ വിവരം അമ്മയാണെന്നത് പറഞ്ഞതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ടീച്ചറമ്മ ഒന്ന് ചിരിച്ചു. പിന്നെ ഈ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തമിഴ്നാട് പോലീസ് ഇവിടെ ഒന്ന് വന്നിരുന്നു. അമ്മ കുറച്ച് നാളുകൾക്ക് ശേഷം അമ്മയുടെ മരണവാർത്ത അറിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അവർ വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചുവെന്ന് ടീച്ചറമ്മ ചോദിക്കാം. അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു വിവരത്തെ പറ്റി ഇപ്പോഴും ആരൊക്കെയോ അന്വേഷിക്കുന്നുണ്ടെന്ന് വേണ്ടേ മോളെ കരുതാനെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അമ്മ എന്താ പറയുന്നത്? അതെന്താ അമ്മയ്ക്ക് ഉണ്ടായ അപകടം കരുതിക്കുട്ടി ഉണ്ടാക്കിയതാണെന്നാണോ അമ്മ പറയുന്നതെന്ന് ചോദിച്ചു. എന്തോ അറിയില്ല, അല്ല നടന്ന കാര്യങ്ങളൊക്കെ വെച്ചിങ്ങനെ മോള് പറയുന്നത് കേട്ടപ്പോൾ അങ്ങനെ ഒരു സംശയം അമ്മയ്ക്ക് തോന്നി, അതുകൊണ്ടാണ്. വരട്ടെ എന്താണെന്ന് നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് അമ്മ ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് പിന്നെ ഇവർ പറമ്പിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് വരുന്നു നമ്മുടെ വനജ ടീച്ചറിനെ നമ്മുടെ വീണ കണ്ടപ്പോഴേക്കും അയ്യോ അമ്മ ടീച്ചർ വരുന്നുണ്ട് അമ്മയെന്ന് പറഞ്ഞു. അയ്യോ മോളെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ഒക്കെ വെപ്രാളം കൂട്ടുക. കാരണം അതൊരു പരദോഷണ മുതലാണ്. അപ്പോൾ അരമന രഹസ്യം മങ്ങാടിപ്പാട്ടാക്കാൻ മിടിക്കുക. അപ്പോൾ പിന്നെ ടീച്ചർ എങ്ങനെ നമ്മുടെ ടീച്ചറിനെ കണ്ട പിന്നെ അതോടുകൂടി തീർന്നു. ഇത്രയും ദിവസം കഷ്ടപ്പെട്ടത് മുഴുവൻ വെറുതെ ആകുമെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ കുഞ്ഞ് നേരത്തേക്ക് അമ്മ വന്നേ വാ എന്നും പറഞ്ഞുകൊണ്ട് ഓടി ടീച്ചറുമായിട്ട് വീട്ടിലോട്ട് കയറി പോവുക. എന്നിട്ട് പുള്ളിക്കാരി നേരത്തേക്ക് നടന്ന് ഗേറ്റിങ് വരെ വന്നു. വേഗം തന്നെ കുഞ്ഞി അമ്മയും ഉന്തിത്തള്ളി അമ്മ അകത്തേക്ക് കയറിപ്പോക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഉന്തിത്തള്ളി അകത്തേക്ക് കയറ്റി വിട്ടു. അപ്പോഴേക്കും ടീച്ചറെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീണ എന്നിട്ട് ഒന്നും അല്ലാത്ത പോലെ അങ്ങോട്ട് ചെന്നു. ഇതെന്താ വീണ ടീച്ചറെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതോ? വീണ ടീച്ചറിനെ ഹെഡ് മാസ്റ്റർ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു. അയ്യോ എന്നാൽ ചാർജ് വല്ലതും തീർന്നു പോയതായിരിക്കും. അല്ല എന്താ ടീച്ചർ വരാൻ കാരണം? അത് പിന്നെ സ്കൂളിൽ ആ റെക്കോർഡ് അത് വീണ ടീച്ചറുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്, അത് മേടിച്ചുകൊണ്ട് ചെല്ലാനായിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയുടെ വരെ വന്നത്. എന്നെ നിർബന്ധിച്ച് സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടതാ കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുള്ളിക്കാരി പറയാം. റെക്കോർഡ് ഞാൻ എഴുതി പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരിയും വിളിച്ചുകൊണ്ട് പോവാം. അപ്പോൾ പുള്ളിക്കാരി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇടിച്ച് കയറി അകത്തേക്ക് കയറി ചെല്ലുക. അപ്പോൾ ഇടിച്ച് കയറി അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും വീണയ്ക്ക് പേടി. അപ്പോൾ പുള്ളിക്കാരി അകത്തേക്ക് വരുന്നത് ടീച്ചറമ്മ കണ്ടു. അപ്പോൾ ടീച്ചറമ്മയ്ക്കും ആകെ പേടി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ടീച്ചറമ്മ ഓടി അകത്തേക്ക് അങ്ങ് പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല, സ്റ്റോർ റൂമിലേക്കായി പോയി. അപ്പോൾ സ്റ്റോർ റൂമിൽ കയറി ഇങ്ങനെ ടീച്ചറമ്മ നിൽക്കുക. ഈ പുള്ളിക്കാരി ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ CID പണി ചെയ്യുക കേട്ടോ, മൊത്തം ഇങ്ങനെ നോക്കി. അപ്പോഴാണ് ടീച്ചറമ്മയുടെ ഫോട്ടോ അവിടെ ഇരിക്കുന്നത് കണ്ടത്. എങ്ങനെ നടന്ന ടീച്ചറാ എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോയിൽ നോക്കി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞി പോയി ആ റെക്കോർഡ് എടുത്തുകൊണ്ട് വന്നു. റെക്കോർഡ് എടുത്തുകൊണ്ട് വന്ന് കയ്യിലേക്ക് കൊടുത്തു. എന്നാൽ ഇതാ റെക്കോർഡ്, ഇതല്ലേ, ശരി 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 എന്ന് പറഞ്ഞെടുത്ത് ബാഗിലേക്ക് വെച്ചു. എന്നാൽ ടീച്ചർ ഇറങ്ങുകയല്ലേ എന്ന് ചോദിക്കുമ്പം ഇറങ്ങാനും എങ്ങോട്ട്? എന്തായാലും വന്നതല്ലേ, സ്കൂളിലേക്ക് ചെന്നിട്ടും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഫോട്ടോയിലേക്ക് അപ്പോഴത്തേക്ക് വീണയ്ക്ക് ഭയങ്കര ടെൻഷനായി. അയ്യോ ഇത് പോകുന്നില്ലല്ലോ എന്നുള്ളൊരിത്. അപ്പോൾ അവിടെ സ്കൂളിൽ എന്ത് പറയുമെന്ന് ചോദിക്കും. അതൊക്കെ പറയാനുള്ളത് എൻ്റെ കയ്യിലുണ്ട് ടീച്ചറെ, ഞാൻ പറഞ്ഞോളാം എന്നും പറഞ്ഞിങ്ങനെ ഈ പുള്ളിക്കാരി വീണയോട് പറയാം. എന്നിട്ട് ഫോട്ടോയിലേക്ക് നോക്കി എങ്ങനെ നടന്ന ടീച്ചറല്ലേ, മനുഷ്യരുടെ കാര്യമേ ഇത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ വർത്തമാനങ്ങൾ. അതെ എനിക്ക് കുടിക്കാൻ കുറച്ച് ചായ വേണം, നല്ല വിശപ്പുണ്ട്, കഴിക്കാൻ എന്താ ഉള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ കഴിക്കാൻ ഞാനും അങ്ങനെ ഒന്നും ഉണ്ടാക്കിയില്ല, ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ കുഞ്ഞ് അടുക്കളയിലേക്ക് പോവാം. കുഞ്ഞ് അടുക്കളയിലേക്ക് ചെല്ലുമ്പോഴേക്കും ഈ പുള്ളിക്കാരി ഞാൻ വരാവേ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ ഓടി അങ്ങ് പോയി. അല്ല ടീച്ചർ ഇവിടെ ഇരുന്നാൽ മതി, ഞാൻ പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ടീച്ചറമ്മ അകത്ത് നിന്നതെല്ലാം കേൾക്കുക. പുള്ളിക്കാരുടെ ഉള്ളിലാണെങ്കിൽ പഞ്ഞി വെച്ചാൽ കത്തും. ഇതൊരു ആകാശവാണി ആയതുകൊണ്ട് ഇതിനെ എങ്ങനെ മെരുക്കും എന്നുള്ളൊരിതിലാണ് അവർ. അപ്പോൾ വീണയാണെങ്കിൽ ടീച്ചർ ഇവിടെ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇത് കേട്ടില്ല. ഞാൻ വരാം, ഞാനും കൂടെ വരാം എന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് ഇടിച്ച് കയറി അങ്ങ് ചെല്ലുക കുഞ്ഞിയുടെ കൂടെ. കുഞ്ഞ് എന്നിട്ട് അവിടെ ചെന്ന് ചായ ഇടുമ്പോഴാണല്ലോ അവിടുത്തെ പാത്രങ്ങളൊക്കെ പൊക്കി നോക്കുന്നു, അതിൽ നോക്കുന്നു, ഇതിൽ നോക്കുന്നു. അപ്പോഴാണ് ഈ സ്റ്റോർ റൂം പുള്ളിക്കാരി കാണുന്നത്. സ്റ്റോർ റൂം കണ്ടപ്പോഴത്തേക്ക് ഇത് സ്റ്റോർ റൂം ആയിരിക്കും അല്ലേ, അവിടെ എന്തെങ്കിലും കാണാതിരിക്കത്തില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞു ഈ ടീച്ചർ. വീണ പറഞ്ഞു അവിടെ ഒന്നും ഇല്ല, അങ്ങനെ അതിനകത്തൊന്നും സൂക്ഷിക്കാറില്ല, എന്നാലും ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇടിച്ച് കയറിയെന്ന് വെച്ചാൽ. അപ്പോൾ ടീച്ചറമ്മ അവിടെയാണ് നിന്നിരുന്നത്. ടീച്ചറമ്മ ഓടി ശബ്ദം കേട്ട്, അതായത് ഇവരങ്ങോട്ട് വരുന്നുണ്ടെന്നുള്ള ശബ്ദം കേട്ട് പെട്ടെന്ന് ഓടിച്ചാടി ഒരു പാത്രത്തിൻ്റെ മറവിലേക്ക് പോയിരുന്നു. ഈ പുള്ളിക്കാരി അന്നേരത്തേക്കും സ്റ്റോർ റൂം തുറന്ന് അകത്ത് കയറി. അപ്പോൾ ഒരു വാഴക്കൊല നീളത്തിൽ ഇങ്ങനെ ഇട്ടിരിക്കുക. അപ്പോൾ ഈ വാഴക്കൊലയുടെ തൊട്ട് പുറകിലാണ് ഒരു കുഞ്ഞി പാത്രം ഇരിക്കുന്നത്, അതിൻ്റെ പുറകിലാണ് ടീച്ചറമ്മ ഇരിക്കുന്നത്. ഒന്ന് ആഞ്ഞു നോക്കിയാൽ ടീച്ചറമ്മയെ കാണാം എന്നൊരു സിറ്റുവേഷനിലാണ് കാര്യങ്ങളിങ്ങനെ നിൽക്കുന്നത്.
ഈ പുള്ളിക്കാരി എന്ത് ചെയ്തു, ഇതിവിടെ ഉണ്ടായിട്ടാണോ വീണ ടീച്ചർ ഇവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞേ? ആഹാ, നല്ല പഴുത്ത പഴമാണോ, പൂമ്പഴമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ പഴം ഇങ്ങനെ പുള്ളിക്കാരി എടുത്ത് ഇങ്ങനെ ഓരോന്നോരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞിക്കാണെങ്കിൽ ചങ്കുകളൊന്നും ഇടിച്ചിട്ട് പാടില്ല, ഇതെങ്ങാനും കാണുമോ എന്നുള്ളൊരിത്. ആ സമയത്ത് ടീച്ചറമ്മയാണെങ്കിൽ ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുന്നുണ്ട്, ഈ മുതലെങ്ങാനും കാണുന്നുണ്ടോ എന്ന്. അപ്പോൾ പുറത്തുനിന്ന് അവർ വരുമോ, ഈ പുള്ളിക്കാരിനെ എങ്ങനെ തള്ളിവിടും, ഇതെല്ലാം കൂടെ ആലോചിച്ച് കുഞ്ഞ് കിടന്ന് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഉള്ളു കിടന്ന് പടപടപടാന്ന് പറഞ്ഞ് ഇടിക്കുക. അങ്ങനെ പഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുള്ളിക്കാരുടെ കണ്ണിലൊന്ന് ഉടക്കിയത്. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ ടീച്ചർ അയ്യോ എന്നും പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് എന്താ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞി. അപ്പോഴത്തേക്കും ടീച്ചറമ്മയ്ക്ക് പേടിയായി. ടീച്ചറമ്മ അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ അങ്ങോട്ട് വലിയുന്നു, ഇങ്ങനെ നോക്കുന്നു, അങ്ങനെ നോക്കുന്നു. ഈ മുതൽ കണ്ടാൽ തീർന്നു എന്ന് ടീച്ചറമ്മയ്ക്കും അറിയാം. അപ്പോഴത്തേനും ഈ പുള്ളിക്കാരി ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും, ഈ പഴവും കടിച്ചു പിടിച്ചോണ്ട്. എന്താ ടീച്ചറെ, എന്താ പറ്റിയെന്ന് ചോദിച്ചു. അതെന്താ ആയിരിക്കുന്നത്, എന്താ ഏത് ആയിരിക്കുന്നത്? അപ്പോഴത്തേക്കും കുഞ്ഞിങ്ങനെ നോക്കും. അപ്പോൾ കുഞ്ഞി അമ്മയെ കണ്ടില്ല. പക്ഷേ കുഞ്ഞിക്ക് പേടിയായി, അമ്മ അതിനകത്തേക്ക് ചെന്ന് കയറിയേക്കുന്നതെന്നുള്ളത് കുഞ്ഞിക്ക് മനസ്സിലായി. അവിടെ ഒന്നുമില്ല, ടീച്ചർക്ക് വെറുതെ തോന്നുന്നതാണെന്ന് പറഞ്ഞ് കുഞ്ഞി ഇങ്ങനെ ഈ പുള്ളിക്കാരിയെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കുക. ഇത് പോകത്തില്ല, ഇതത് കണ്ടട്ടേ പോകത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അതിനകത്ത് തന്നെ ഇങ്ങനെ നിൽക്കുക. ടീച്ചർ മാറി ഇനി അവിടെ എന്തോ ഉണ്ട്, ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ചെന്നിങ്ങനെ ഒരു സാധനം ഇങ്ങനെ അവിടെ വെച്ചിരുന്നെടുത്ത് പൊക്കി നോക്കുക കേട്ടോ. അപ്പോഴത്തേക്കും കുഞ്ഞിക്ക് ശ്വാസം നേരെ വീണു. അതുപോലെ തന്നെ ടീച്ചറമ്മയ്ക്കും. എന്നാലും ടീച്ചറമ്മയെ കണ്ടില്ല. ആ ഒരു സമയത്തും പുള്ളിക്കാരി ഇങ്ങനെ എന്തോ ഒരു CID പണി പോലെ ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ ചുറ്റി വരിഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ പൊന്ന് ടീച്ചർക്ക് ഈ വീടിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലല്ലേ എന്ന് വീണയോട് അന്നേരത്തേക്കും ഈ ടീച്ചർ ചോദിച്ചു. അതെന്താ ടീച്ചർ അങ്ങനെ പറഞ്ഞു? അല്ല, ഇവിടെ ഇരിക്കുന്ന പല സാധനങ്ങളും വീണ ടീച്ചറുടെ കണ്ണിൽ പിടിക്കുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി ഇങ്ങനെ അന്തം വിട്ട് കുന്തം ഇഴിഞ്ഞതുപോലെ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ടീച്ചറമ്മയും വീണയും ഇങ്ങനെ നിൽക്കുന്നു. ഈ പുള്ളിക്കാരി എപ്പോഴാണോ അതിനകത്ത് നിന്ന് ഇറങ്ങി പോകുന്നുള്ള പ്രാർത്ഥനയോടെ. അപ്പോൾ അതേ മൊത്തത്തിൽ കാര്യങ്ങളിങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് അവിയൽ പരുവായിട്ടിരിക്കുക. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടും ഇതിൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ കഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. തൊട്ടടുത്ത ദിവസം തന്നെ കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. താങ്ക് യു. സീ യു ആൻഡ് ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.